തിരുമേനിക്ക് കോഴിക്കോട് ഒരു മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ബാത്തുബി ഉസ്താദിന് അതേപോലെ തന്നെ മടവൂരിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് തിരിയേണ്ടതുണ്ട്. അതേപോലെ തിരുമേനിയോടൊപ്പം അനുഗമിച്ചിരിക്കുന്ന ഈ ജില്ലയിലെ തന്നെ മാത്യൂസ് മാർ മാക്കോറിയസ് തിരുമേനിയോടുണ്ട്, സുഹൃത്ത് അൻസിലുണ്ട്, വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ട്. CM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയുന്നത് വയനാട് ജില്ലയിൽ 15 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് സക്രിയമായി, ക്രിയാത്മകമായി, സർഗാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഒടുവിലെ മനോഹരമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ചടങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മുണ്ടക്കൈ ചുഴൽമല ദുരന്തത്തിൽ എത്രയോ ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടം നമുക്ക് കൃത്യമായി എന്തെങ്കിലും കൊടുത്ത് പരിഹരിക്കാൻ പറ്റുന്നത് അല്ല. എന്നാലും അതിജീവനം എന്ന പേര് വിളിച്ച് നമ്മൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഷൈജൽ എന്ന് പറയുന്ന സുഹൃത്തിനുള്ള ഓട്ടോറിക്ഷയുടെ കൈമാറ്റമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ സവിസ്തരം സൂചിപ്പിച്ചതാണ്. രണ്ടാം ഘട്ട പദ്ധതികളുടെ ഒരു പ്രഖ്യാപനത്തിൻ്റെ തുടക്കം ഇവിടെ നടത്തി സംഗ്രഹിച്ച് പറഞ്ഞ് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. ഒന്ന്, വിദ്യാഭ്യാസ രംഗത്താണ് രണ്ടാം ഘട്ട പദ്ധതികൾ മുൻകൈകൾ നോക്കുന്നത്. ആരോഗ്യ രംഗത്ത്, തൊഴിൽ ഉപജീവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഇൻറ്റൻസീവ് ട്യൂഷൻ പ്രോഗ്രാം, അഡ്മിഷൻ വിത്ത് സ്കോളർഷിപ്പ്, അതേപോലെ സ്പെഷ്യൽ അറ്റൻഷൻ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ്, കോച്ചിങ് കഴിയുന്നത്, അതേപോലെ ബൈ മന്ത് മെഡിക്കൽ ക്യാമ്പ്, മെഡിക്കൽ എയ്ഡ് പ്രോഗ്രാം, ഇൻഡിവിജ്വലൈസ്ഡ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്, ലിറ്റിൽ വൺസ് മെഡിക്കൽ കെയർ, അതേപോലെ തൊഴിൽ രംഗത്ത് ജോബ് പ്ലേസ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്, വീവിംഗ് മെഷീൻ ഡിസ്ട്രിബ്യൂഷൻ, ആനിമൽ ഹസ്ബൻഡറി സ്കീം, ഇത്രയും പദ്ധതികളാണ് CM ആർട്സ് കോളേജ് മുന്നോട്ട് വെക്കുന്നത്. ഈ പദ്ധതിക്കൊക്കെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും വയനാട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം നേർന്നുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഇത് പ്രഖ്യാപിച്ചതായി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഓട്ടോറിക്ഷ കൈമാറ്റ ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട മാർത്തോമയുടെ സഭാധ്യക്ഷൻ ഡോക്ടർ തിയാഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയാണ് ഇവിടെ ഇരിക്കുന്നത്. ലോകത്ത് തന്നെ പ്രശസ്തമായ ഒട്ടേറെ പ്രഗത്ഭമായ ഇടപെടലുകൾ നടത്തി ആത്മീയ രംഗത്ത്, സാമൂഹിക പ്രവർത്തന രംഗത്ത്, ജീവകാരുണ്യ രംഗത്ത് നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മെത്രാപ്പൊലീത്തയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് അവിചാരിതമായിട്ടാണെങ്കിലും വലിയൊരു അനുഗ്രഹീതമായ സാന്നിധ്യമായിട്ട് വയനാട്ടുകാർ ഇപ്പോൾ മെത്രാപ്പൊലീത്തയുടെ ഈ സാന്നിധ്യത്തിൽ കാണും. ഇന്നലെയും ഇന്നുമായി അണിയറയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഇന്റലക്ച്വൽ ഡിസ്കഷന് വേണ്ടി വയനാട്ടിൽ എത്തിച്ചേർന്നതാണ്. പ്രിയപ്പെട്ട തിരുമേനിയെ ഇതിന്റെ സംഘാടകർ ക്ഷണിച്ചപ്പോൾ തന്നെ യാതൊരു കീഴടക്കമോ പ്രോട്ടോകോളോ പരമ്പരാഗതമായ ശൈലിയോ ഒന്നും സ്വീകരിക്കാതെ ഞാൻ വന്നിരിക്കും. അപ്പോൾ ഒരു ചെറിയ കടുകുമണിയുടെ നന്മയെങ്കിലും നാട്ടിൽ നടക്കുമ്പോൾ, സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെ ഒന്ന് തലോടാനും അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ പ്രിയപ്പെട്ട തിരുമേനി കാണിക്കുന്ന നല്ല മനോഘടനയുടെ മാതൃകാപരമായ പ്രശംസനീയമായ ഒരു സമീപനമാണ് നമ്മൾ 10 മിനിറ്റ് മുമ്പ് ക്ഷണിക്കുമ്പോൾ ഇവിടെ എത്താൻ കാണിക്കുന്ന ആ സന്മനസ്. അത്തരത്തിൽ വിശാലമായ ഹൃദയത്തിൻ്റെ വലിയ ഒരു ഉടമയാണ് പ്രിയപ്പെട്ട തിരുമേനി. നമ്മുടെ നേരത്തെ ബാപ്പലി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ സൗഹൃദാന്തരീക്ഷം, നമ്മുടെ നാടിൻ്റെ സാഹോദര്യമുള്ള അന്തരീക്ഷം അത് നിലനിർത്തുന്നതിന് ഇതുപോലെയുള്ള മഹത് വ്യക്തികളുടെ സമീപനമാണ് വലിയ ഉറവിടമായി ഊർജമായി വർത്തിക്കുന്നത്.